ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. പാഠത്തിൻ്റെ പേരാണ് പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. ആരാണ് പെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം, മഴയാണ് പെയ്യുന്നത്. ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത്? കാർമേഘമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ ആദ്യത്തെ ചിത്രമൊന്ന് നോക്കൂ. ഒരു പശുവാണ്, അല്ലേ? പശു കാർമേഘത്തിനോട് പറയുകയാണ്, തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. എങ്ങനെയാണ് പെയ്യാൻ പറഞ്ഞത്? തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. കാരണം നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വെള്ളം കിട്ടണം, വേണ്ടേ? അതിനെന്ത് വേണം? മഴ പെയ്യണം. പശു അങ്ങനെ പറഞ്ഞപ്പോൾ കാർമേഘം പറയുകയാണ്, ഓ പിന്നെ പെയ്യാം. മേഘത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലേ, ഇപ്പോൾ പെയ്യാനായിട്ട്. അപ്പോൾ ഓ പിന്നെ പെയ്യാം എന്ന് പറഞ്ഞ് മാറിപ്പോയി. പശുവിനെ കഴിഞ്ഞപ്പോൾ ഒരു തവളയാണ് പറയുന്നത്, മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. മഴ പെയ്താട്ടെ എന്ന് മേഘത്തിനോട് പറയുകയാണ്. അപ്പോൾ മേഘം വീണ്ടും പറയുകയാണ്, ഓ പിന്നെ പെയ്യാം, അത്ര താല്പര്യമില്ലാതെ. പശുവും തവളയും പറഞ്ഞത് കേൾക്കാതെ മേഘം ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു മുത്തശ്ശി പറയാണ്, ചൂടെടുത്തിട്ട് വയ്യ മേഘമേ, വേഗം മഴ കൊണ്ടുവാ. ചൂട് എടുത്തിട്ട് വയ്യ മുത്തശ്ശിക്ക്. അപ്പോൾ ഒരു മഴ വന്നാൽ നല്ല തണുപ്പായിരിക്കും, അല്ലേ? അപ്പോൾ മേഘത്തിനോട് പറയാണ്. പക്ഷെ അപ്പോഴും മേഘം പറയാണ്, ഓ പിന്നെ പെയ്യാം. അപ്പോൾ പെയ്യാൻ താല്പര്യമില്ലാത്തതുപോലെ മേഘം അങ്ങനെ പറഞ്ഞു. പിന്നെ കണ്ടതൊരു കൊക്കാണ്. കൊക്ക് പറയാണ്, എങ്ങും തുള്ളി വെള്ളമില്ല, മേഘമേ മഴയെ കൊണ്ടുവാ. ഒരു തുള്ളി വെള്ളം എവിടെയുമില്ല, മേഘമേ മഴയെ വേഗം കൊണ്ടുവാ എന്ന് പറയാണ്. അപ്പോഴും മേഘം പറഞ്ഞു, ഓ പിന്നെ പെയ്യാം. അത് കഴിഞ്ഞ് നെല്ലാണ്, ഒന്ന് വേഗം പെയ്യ്, ഞങ്ങൾ ഉണങ്ങിപ്പോകുന്നേ. മനുഷ്യരെയും മൃഗങ്ങളെയും പോലെ തന്നെ ചെടികൾക്കും വെള്ളം വേണം, അല്ലേ? അപ്പോഴും മേഘം പറഞ്ഞു, ഓ പിന്നെ പെയ്യാം. മേഘത്തിന് ആര് പറഞ്ഞതും കേട്ട് പെയ്യാൻ അപ്പോൾ താല്പര്യമില്ലായിരുന്നു. പിന്നെ മേഘം കടന്നു പോകുമ്പോൾ കണ്ടത് ഒരു പുഴയാണ്. പുഴ പറയാണ്, ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു, മഴ എവിടെ മേഘമേ? പുഴയിലൊന്നും വെള്ളമില്ല മഴയില്ലാതെ, അല്ലേ? അപ്പോൾ മഴ എവിടെ മേഘമേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും മേഘം പറയാണ്, ഓ പിന്നെ പെയ്യാം. മഴയ്ക്ക് താല്പര്യമില്ല അപ്പോൾ പെയ്യാനായിട്ട്. അങ്ങനെ അവസാനം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തെത്തി. അപ്പോൾ അവർ പറയാണ്, പെയ്യുന്നുണ്ടോ ഇല്ലയോ? അവർക്ക് ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ മേഘം, ഇപ്പം പെയ്യാം ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാം. നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ്, അവർക്ക് മഴ പെയ്യാഞ്ഞിട്ട് ദേഷ്യം വന്നിട്ടാണ്, അല്ലേ? പശു പറഞ്ഞിട്ടും കൊക്ക് പറഞ്ഞിട്ടും പുഴ പറഞ്ഞിട്ടും അമ്മൂമ്മ പറഞ്ഞിട്ടും ഒന്നും കേൾക്കാത്ത മേഘം ആര് പറഞ്ഞപ്പോൾ കേട്ടു? കുട്ടികൾ പറഞ്ഞപ്പോൾ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം വരാമെന്ന് പറഞ്ഞ് മേഘം പോയി. അങ്ങനെ മേഘം പെരുമഴയെയും കൂട്ടി വന്നു. കുട്ടികൾക്ക് സന്തോഷമായി. അവർ പാടി തിമിർക്കുകയാണ് മഴയിൽ. എന്താണ് പാടുന്നത്? തക തക തൈ തക മഴ വന്നേ, തക തക തൈ തക മഴ വന്നേ. അങ്ങനെ പാടി അവർ മഴയത്ത് കളിക്കുകയാണ്. അങ്ങനെ മഴ പെയ്തപ്പോഴോ മുത്തശ്ശി വന്നു. അതുപോലെ തന്നെ പശുവിന് വെള്ളം കിട്ടി, തവളയ്ക്ക് സന്തോഷമായി, പുഴ അതാ നിറഞ്ഞൊഴുകുന്നു, കൊക്കിന് സന്തോഷമായി. അങ്ങനെ മഴ ചോദിച്ച എല്ലാവർക്കും മഴ കിട്ടി. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? മഴക്കാലം, മഴയെക്കുറിച്ചുള്ള പാട്ടാണ്, അല്ലേ? തുള്ളി വരുന്നു മഴത്തുള്ളി, പറകൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. കണ്ടെത്താം, എഴുതാം. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അല്ലേ? എന്താണ് കാണുന്നത്? ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ്. പുഴയുടെ തുടക്കം അവിടെ നിന്നാണ്. പിന്നെ ആ ഒഴുകി വരുന്ന
വെള്ളം പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുളിക്കാനെടുക്കുന്നു, ഭക്ഷണം ചെയ്യാനെടുക്കുന്നു, അതുപോലെ തന്നെ കൃഷിക്കെടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. നമുക്കതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? പുഴ ഒഴുകുന്നുണ്ട് ഇല്ലേ? പിന്നെയോ പുഴയിൽ തോണിയിൽ ആളുകൾ സഞ്ചരിക്കുന്നു. പുഴയിൽ കുട്ടി നീന്തുന്നു. പിന്നെയോ പുഴയിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നു, വസ്ത്രങ്ങൾ അലക്കുന്നു, ചൂണ്ടയിടുന്നു. പിന്നെയോ കുടങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നു, കൊച്ചു വീടുകൾ കാണുന്നു, കിണറിൽ നിന്ന് വെള്ളം കോരുന്നു, കൃഷിസ്ഥലത്തേക്ക് വെള്ളമടിക്കുന്നു, ആന പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, ടാങ്കർ ലോറിയിൽ വെള്ളം നിറയ്ക്കുന്നു, വിനോദത്തിനായുള്ള പാർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്, അകലെ നിന്ന് പുക ഉയരുന്നു, തീ അണയ്ക്കാൻ ഫയർ എഞ്ചിൻ വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്. അടുത്തത് ജലം എവിടെല്ലാം. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെയെല്ലാമാണ് ഉള്ളത്? എവിടെയെല്ലാമാണുള്ളത്? കിണർ, തോട്, പുഴ, കടൽ, പൈപ്പ്, മഴ, കുളം, നീരുറവകൾ, ഡാം, ഇതിലെല്ലാം ജലം ഉണ്ട്. അടുത്തത് ജലം എന്തിനെല്ലാം. ജലം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും കുടിക്കാനാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം വെള്ളം വേണം. അതുപോലെ തന്നെ കുളിക്കാൻ, പാത്രം കഴുകാൻ, പിന്നെയോ ആഹാരം പാകം ചെയ്യാൻ, അലക്കാൻ, പിന്നെ കൃഷി ആവശ്യത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ജലം ആവശ്യമാണ്. ആമയെ നിർമ്മിക്കാം. പേപ്പറിൽ ഇതേപോലെ വട്ടം വരച്ച് വെട്ടിയെടുക്കുക. കണ്ടില്ലേ? തന്നിരിക്കുന്നത് പോലെ തന്നെ പേപ്പറിൽ ഒരു വട്ടം വരച്ച് കാലുകളൊക്കെ ഉള്ള പോലെ വെട്ടിയെടുക്കണം. അതിനുശേഷം ഇതേപോലെ വരച്ച് ഇഷ്ടമുള്ള നിറം നൽകുക. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം ഒരു ആമയുടെ പോലെ ആയി അല്ലേ? ആ വട്ടത്തിൽ വരകൾ വരച്ചു ചേർത്തിട്ടാണ് ആമയുടെ പോലെ ആക്കിയത്. നിങ്ങളും ഇതുപോലെ തന്നെ വരച്ചു നോക്കണം. അങ്ങനെ വരച്ചതിന് ശേഷം ഒരു വശത്തു നിന്ന് നടുവിലേക്ക് മുറിക്കുക. മുറിച്ച വശം മറ്റേ വശത്തിന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക. കണ്ടോ? ചിത്രത്തിലുള്ളതുപോലെ തന്നെ ചെയ്യണം. കുട്ടികളൊക്കെ ചെയ്തു നോക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ഒരു ആമയുടെ രൂപം നിങ്ങൾക്ക് കിട്ടും. മഴ പെയ്യിക്കാം ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ്? കുട്ടികൾ ആദ്യം തന്നെ ഒരു മൺകൂന തയ്യാറാക്കി. ആദ്യത്തെ ചിത്രത്തിൽ കണ്ടില്ലേ? എന്നിട്ട് അതിൽ കുറച്ച് വിത്തുകളൊക്കെ പാകി. അതിനുശേഷം ഒരു കുപ്പിയിൽ നിറയെ വെള്ളമെടുത്തു. എന്നിട്ടോ ആ കുപ്പിയുടെ അടിഭാഗത്ത് നിറയെ ദ്വാരമുണ്ടാക്കി. ദ്വാരം എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടകളുണ്ടാക്കി. എന്നിട്ട് ആ മൺകൂനയിൽ വെച്ച് തന്നെ വെള്ളം നിറച്ചു. എന്നിട്ട് ആ കുപ്പി മുകളിലേക്ക് ഉയർത്തുമ്പോൾ എന്തായി? അതിൽ നിറച്ചിരിക്കുന്ന വെള്ളം ആ താഴ്ഭാഗത്തെ ഓട്ടയിലൂടെ ആ മൺകൂനയിലേക്ക് വീണു. അങ്ങനെ ദിവസവും ചെയ്തപ്പോൾ ആ മൺകൂനയിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിത്തുകളെല്ലാം മുളച്ചു. കണ്ടില്ലേ രണ്ടാമത്തെ ചിത്രത്തിൽ? അതുപോലെ നിറയെ പച്ചപ്പായിട്ടുള്ള ഒരു മൺകൂനയായിട്ട് മാറി. നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മഴയിൽ നിന്നാണ് ആ വിത്തുകൾ മുളച്ചത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ചെടികൾക്കും മനുഷ്യരെ പോലെ തന്നെ വളർന്നു വരാൻ മഴ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് എന്ന് പഠിച്ചു. അവിടെ ഇരുന്ന് ഒരു ഉറുമ്പ് പറയുന്നത് കണ്ടില്ലേ? പെയ്താലും കുറ്റം, പെയ്തില്ലെങ്കിലും കുറ്റം. ശരിയാണ് അല്ലേ? മഴ വന്നില്ലെങ്കിൽ നമ്മൾ മഴയെ കുറ്റം പറയും. എന്നാൽ മഴ ഒരുപാട് പെയ്താലോ? അപ്പോഴും നമ്മൾ മഴയെ കുറ്റം പറയും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ 8ാമത്തെ പാഠമായ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠവുമായി വീണ്ടും കാണാം. താങ്ക് യു.